കൊൽക്കത്തയുടെ തെരുവുകളിൽ രാത്രി വൈകിയും വൻ പ്രതിഷേധം. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ടാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിച്ചത്. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രവിത, പ്രതിഷേധം ഇപ്പോൾ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊൽക്കത്തയുടെ തെരുവുകളിൽ മണിക്കൂറുകളോളം പോലീസുമായി മുഖാമുഖം നിന്ന് കൊൽക്കത്ത തെരുവുകളെ പൂർണ്ണമായും മണിക്കൂറുകൾ സ്തംഭിപ്പിച്ച ശേഷമാണ് ആൾക്കൂട്ടം, ആയിരങ്ങളല്ല ലക്ഷങ്ങൾ വരുന്ന ആൾക്കൂട്ടം ഇപ്പോൾ നഗരവീഥികൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നീതി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. എന്നാൽ ഈ പിരിഞ്ഞുപോക്ക് ഒരു ഇടവേള മാത്രമാണ് എന്ന് ഇവരുടെ കാൽവെപ്പുകളിലും ശബ്ദങ്ങളിലും പ്രകടമാണ്. ഇവർ വീണ്ടും ഒന്നിക്കും, നീതി ലഭിക്കും വരെ ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്നുള്ളത്. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, ഒപ്പം തന്നെ സിനിമാ മേഖലകളിൽ നിന്നുള്ളവർ, കൂടാതെ സാഹിത്യകാരന്മാർ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാർ അടക്കമുള്ള പ്രതിഷേധക്കാരാണ് ഇന്ന് വൈകിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങിയത്. കൊൽക്കത്തയിൽ ഒരു തെരുവിൽ, അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ജനങ്ങൾക്ക് കാലങ്ങളായി, വർഷങ്ങളായി ആശ്രയമായ ഒരു ആശുപത്രി, അതിലെ ഒരു ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നു. ആ ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഈ നഗരം കണ്ടതിൽ, സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ഒരു പ്രതിഷേധത്തിന് വേദിയായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പാർട്ടികളുടെയോ ആഹ്വാനമനുസരിച്ച് എത്തിയവരല്ല. സ്വന്തം താല്പര്യമനുസരിച്ച്, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് എത്തിയ ആൾക്കൂട്ടമാണ്. അവരാണ് ഇപ്പോൾ മണിക്കൂറുകളോളം കൊൽക്കത്ത നഗരത്തെ സ്തംഭിപ്പിച്ച ശേഷം പല വഴികളിലേക്കായി പിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒത്തുചേരാൻ വേണ്ടി തന്നെയാണ് ഈ പിരിഞ്ഞുപോക്ക്. അത് വ്യക്തവുമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ, അതിന്റെ ഒരു ഏറ്റവും തീവ്രഭാവമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊൽക്കത്ത നഗരത്തിൽ കണ്ടത്. നഗരവീഥികളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട്, എന്നാൽ പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടാൻ പോലും പോലീസ് മടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസിന് നേരെ കൈ ചൂണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന പെൺകുട്ടികൾ, അവരുടെ സഹോദരിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി ഒരിക്കലും സമാനമായ സംഭവം ഒരിടത്തും, കൊൽക്കത്തയിൽ എന്നല്ല ഒരിടത്തും രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആവർത്തിക്കപ്പെടരുത് എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയത്. അവർ ആവശ്യപ്പെടുന്ന ഒരേ ഒരു ആവശ്യം എന്നുള്ളത് നീതിയാണ്. ഒരേ സ്വരത്തിൽ ലക്ഷങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ അർദ്ധരാത്രിയിൽ തീർച്ചയായും സമാന രീതിയിലുള്ള വലിയ പ്രതിഷേധം നിർഭയ കേസിൽ, അത് 12 വർഷം മുൻപ് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗാളിലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടേഴ്സ് പണിമുടക്കി പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ നാളെ ഏത് തരത്തിൽ പ്രതിഷേധിക്കാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം? ഈ പ്രതിയെ പിടികൂടുന്നത് വരെ, അല്ലെങ്കിൽ ഒരു പ്രതിയിലേക്കല്ല, മറ്റ് നിരവധി പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ സഹപാഠികൾ ഉൾപ്പെടെ പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു ഹീനകൃത്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയെ കണ്ടെത്തുന്നത് വരെ സമാനമായ രീതിയിലെ പ്രതിഷേധം തുടരാനാണോ മെഡിക്കൽ വിദ്യാർത്ഥികളും ഒപ്പം ഡോക്ടേഴ്സും തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിധ, ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന രണ്ട് ആവശ്യങ്ങൾ, പ്രധാന ആവശ്യങ്ങളാണ്. അത് ഒന്ന്, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി, അതിൽ ഉൾപ്പെട്ട പ്രതികളെ മുഴുവൻ കണ്ടെത്തി അവർക്ക് മുഴുവൻ ശിക്ഷ ഉറപ്പാക്കുക, അത് എത്രയും വേഗം നടപ്പാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ആശുപത്രികളിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് ഒരു പരിഹാരം കാണുന്നില്ല കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ട് പോലും. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കുക, അത് നിയമം മൂലം തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ ആവശ്യവും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് വിവിധ ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് തുടരും എന്ന് തന്നെയാണ് നിലവിലുള്ള അറിയിപ്പുകളും വ്യക്തമാക്കുന്നത്.
രാജ്യവ്യാപകമായി തന്നെ കൂടുതൽ സംഘടനകൾ ഈ സമരത്തിലേക്ക് ഈ പ്രതിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന ആയിരുന്നെങ്കിൽ പിന്നീട് മറ്റ് സംഘടനകളും IMAയും സമരത്തിലേക്ക് എത്തി. നഴ്സുമാരുടെ സംഘടനകൾ അടക്കമുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളും പ്രതിഷേധം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യവ്യാപകമായി തന്നെ ഇത് ശക്തമാവുകയും ആശുപത്രികളുടെ പ്രവർത്തനത്തെ, സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇക്കാര്യം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നുള്ളത് ന്യായമാണ് എന്നുള്ളത് ആർക്കും തന്നെ ഭരണകൂടത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് മറ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. അത്രത്തോളം വലിയൊരു ഹീനകൃത്യമാണ് RGKR മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അത് മറയ്ക്കാൻ അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തുടക്കം മുതൽ ഉണ്ടായി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നിലവിലും വിവിധ സംഘടനകൾ നൽകുന്ന അറിയിപ്പ് വ്യക്തമാക്കുന്നത്. RGKR മെഡിക്കൽ കോളേജിൽ എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രതിഷേധമാണ് ഒരാഴ്ചയിലേറെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ശക്തമായി തന്നെ ആ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവിത. ശരി, ഇത്തരത്തിൽ ഒരു ഹീനകൃത്യം നടന്ന RGKR മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധങ്ങളുടെ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.